പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 18 ഹല്ലേലൂയ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കൈകളൊക്കെ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി കാത്തു പരിപാലിച്ചല്ലോ. സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്നല്ലോ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാകും. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് മതിയായവൻ. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നു നല്ല ഞങ്ങളുടെ കർത്താവിന്, ഞങ്ങളുടെ പിതാവിന് ഞങ്ങൾ ആരാധിക്കുന്നു. ഓ നന്ദിയോടെ 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 സ്തോത്രം, നന്ദിയോടെ 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 സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തുവിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് തന്ന നിത്യജീവനായിട്ട് സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ചതിനായിട്ട് സ്തോത്രം. അവൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ മന്ദിരമാക്കി ഞങ്ങളെ തീർത്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 14 15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം, 1 John chapter number 5 14 and 15. അവിടെ പറയുന്നു, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും നാം അറിയുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് ആമേൻ ഒരു മർമ്മപ്രധാനമായ കാര്യമാണ് പരിശുദ്ധാത്മാവിടെ എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്നു. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് കർത്താവിനോടുള്ള ധൈര്യമാകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം. ആമേൻ ആമേൻ. ഒരു അസാധാരണമായ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു അസാധാരണമായ സത്യമാണിത്. ആമേൻ. ഏതൊരു ദൈവ പൈതലിനും പിതാവിൻ്റെ അടുക്കൽ ധൈര്യമായിട്ട് ചെന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. കാരണം ആ പ്രാർത്ഥന ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണെങ്കിൽ ആമേൻ നമുക്ക് ധൈര്യമുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നുള്ളതിന് ധൈര്യമുണ്ട്. ഹല്ലേലൂയ. പ്രെയർ എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെ കർത്താവിനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മളിങ്ങനെ പിള്ളേരൊക്കെ മാതാപിതാക്കളെ കൺവിൻസ് ചെയ്യും, ഞങ്ങൾക്ക് ഇന്നത് വേണം ഇന്നത് വേണം എന്ന് പറഞ്ഞ് പ്രെയർ ഈസ് പാർട്ട്ണറിങ് വിത്ത് ഗോഡ്സ് പർപ്പസസ്. ദൈവത്തിൻ്റെ പദ്ധതികളുമായിട്ട് ആമേൻ ദൈവത്തിൻ്റെ പ്ലാനിനോടുകൂടെ നമ്മൾ പാർട്ട്ണർ ചെയ്യുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആമേൻ. അപ്പോൾ നമ്മുടെ ധൈര്യം എവിടെ നിന്നാണ് വരുന്നത്? നമുക്ക് ആ പ്രാർത്ഥിക്കുമ്പോഴുള്ള കോൺഫിഡൻസ് എവിടെ നിന്നാണ് വരുന്നത്? കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതെനിക്ക് ലഭിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ ആമേൻ നമുക്കുള്ള ഒരു ഉറപ്പും ധൈര്യം. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കിഷ്ടമുള്ള കാര്യം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി ഇത് അവർക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ സ്കൂൾ ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ നമ്മുടെ അടുക്ക വന്ന് പറയുക, അപ്പോൾ സ്കൂളിൽ നിന്ന് ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, അത് കൊടുക്കണം. അവർക്കും അറിയാം. അതിന് പ്രത്യേകിച്ച് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നാ, അത് കൊടുക്കേണ്ടതാണെന്ന് നമുക്കും അറിയാം, നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പോൾ എന്ത് പറ്റും, നമുക്കതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു? ഈ 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. ഒന്ന്, പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനപ്രകാരം പ്രാർത്ഥിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതം. അപ്പം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മാനവരാശിയെ രക്ഷിക്കുവാനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്.
ഒരാൾ നശിച്ചു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതിന് നമുക്ക് ഉറപ്പാണ് ദൈവം അത് ചെയ്യും. കാരണം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആമേൻ, ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സൗഖ്യം ദൈവത്തിൻ്റെ ഹിതമാണ്. കാരണം തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ അടിപ്പിടലാൽ നമുക്ക് സൗഖ്യം വന്നു. അപ്പം യേശു ആമേൻ അടികളേറ്റത് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി. അപ്പം സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, ധൈര്യമുണ്ട്. എന്താണ്? അവൻ്റെ അടിപ്പിടലാൽ സൗഖ്യം തന്നിരിക്കുക. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ സൗഖ്യം നമുക്കുണ്ടെന്നുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ധൈര്യമാണ്. കാരണം തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാത്തിരുന്ന് ശക്തിയെ പ്രാപിക്കണം. അപ്പോൾ അത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. ആത്മശക്തിയിൽ മുന്നേറുക എന്നുള്ളത് ദൈവഹിതമാണ്. അപ്പോൾ തിരുവഴുത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? അക്കോർഡിംഗ് ടു സ്ക്രിപ്ചർ, ദൈവവചനപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം. പിതാവേ, തിരുവഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, പിതാവേ, തിരുവഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, പിതാവേ, തിരുവഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. രണ്ടാമത് പ്രാർത്ഥനയ്ക്കകത്ത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇപ്പം എന്നോട് എൻ്റെ മക്കൾ വന്ന് കാര്യം പറയുമ്പം എനിക്കറിയാതെ ഏത് സമയത്ത് ചെയ്യണം. ഇതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ ചെന്ന് പറയുമ്പോൾ നമുക്കൊരു ബോധ്യം വേണം, ഇത് കർത്താവ് ഒരു സമയം വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും കർത്താവിൻ്റെ ഒരു സമയമുണ്ട്. കാനായിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മയായിരുന്ന മറിയ യേശുവിനോട് പറഞ്ഞു, ഇവിടെ വെള്ളം വീഞ്ഞു തീർന്നു പോയി. ഉടനെ യേശു പറഞ്ഞു, എൻ്റെ നാഴിക വന്നിട്ടില്ല. അതായത് യേശു പ്രവർത്തിക്കുന്നതെല്ലാം ഒരു ഡിവൈൻ അപ്പോയിൻറ്റഡ് ടൈമിനനുസൃതമായിട്ട്. ഇതുപോലെ എൻ്റെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവവചനപ്രകാരമാണ് പ്രാർത്ഥിച്ചത് എങ്കിൽ പോലും നമുക്കൊരു ബോധ്യം വേണം. ദൈവത്തിൻ്റെ സമയമുണ്ട്. ആ സമയത്തെ നമ്മൾ വിശ്വസിക്കണം. കർത്താവ് ആ സമയത്ത് തന്നെ നമുക്ക് വേണ്ടി ചെയ്യും. കർത്താവ് നേരത്തെയും ചെയ്യത്തില്ല, താമസിച്ചും ചെയ്യത്തില്ല. ഹല്ലേലൂയ. അപ്പം മൂന്നാമത്തെ കാര്യം, നമ്മൾ ആ പ്രാർത്ഥനയിൽ നിലനിൽക്കണം. നമ്മുടെയൊക്കെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവേ, പ്രാർത്ഥന നടന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വെറുതെ നമ്മൾ പ്രാർത്ഥന സ്കിപ്പ് ചെയ്ത് അടുത്ത പ്രാർത്ഥനയിലേക്ക് ഒരു മാസം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ 2 ആഴ്ച പ്രാർത്ഥിച്ചു, അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പ്രാർത്ഥന. അങ്ങനെയല്ല. നിലനിൽക്കണം. പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. കർത്താവ് ചെയ്യും. കാരണം അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ, ദൈവവചനപ്രകാരം, തിരുവിഷ്ടപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥന കർത്താവ് കേൾക്കുക മാത്രമല്ല, അത് അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി നിലനിൽക്കണം, പ്രാർത്ഥനയിൽ നിലനിൽക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏലിയാവ് മുട്ടാൻ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ബാല്യക്കാരനോട് പറഞ്ഞു, പോയി നോക്കിക്കേ, മഴക്കാറുണ്ടോ നോക്കാൻ പറഞ്ഞപ്പോൾ മഴമേഘങ്ങളൊന്നും ഇല്ല. അപ്പം ഏലിയാവ് പ്രാർത്ഥന നിർത്തിയോ? ഇല്ല. കാരണം ഏലിയാവിൻ്റെ അറിയാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ പൊക്കോ, മഴ പെയ്യിക്കാൻ പോവാ. അപ്പം ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഏലിയാവ് ദൈവഹിതപ്രകാരമാണ്. കാരണം ഭൂമി വരൾച്ച കൊണ്ട് മൂടുക. പക്ഷേ ദേശത്ത് ഒരു മാറ്റം സംഭവിക്കാൻ പോവുക. അപ്പം മഴ പെയ്യാൻ പോവുക. അപ്പം ഏലിയാവിന് അറിയാം അത് തിരുവിധ പ്രകാരമുള്ള പ്രാർത്ഥനയും. ഏലിയാവ് വിട്ടുകൊടുത്തില്ല. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നെയും ചോദിച്ചു, ബാല്യക്കാരനോട് പറഞ്ഞ് നോക്കാൻ പറഞ്ഞു. ബാല്യക്കാരൻ നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞ് ഏലിയാവ് പ്രാർത്ഥന നിർത്തിയോ? ഇല്ല. ഏലിയാവ് മഴ കാണുന്നത് വരെ പ്രാർത്ഥിച്ചു. ഇതുപോലെ ആയിരിക്കണം ഓരോ ദൈവവൈദ്യരും. പ്രാർത്ഥന ഇടയ്ക്ക് വെച്ച് നിർത്തല്ല. നമുക്കൊക്കെയുള്ള പ്രശ്നം ഇതാ, നമ്മൾ കുറച്ചാൾ പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് നടക്കാതെ വീഴുമ്പോൾ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആണ്ടുകൾ പ്രാർത്ഥിക്കേണ്ടി വരും, ചിലപ്പം വർഷങ്ങൾ, മാസങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും. ചിലർ വിടുതലിന് വേണ്ടി നമ്മൾ ചിലപ്പം ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, മടുത്തു പോകാതെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അടുത്തത് നമ്മൾ ഓർത്തോണം, നമ്മൾ എപ്പോൾ പ്രാർത്ഥിച്ചോ അന്നേരമേ സ്വർഗത്തിൽ അത് കേട്ട് കഴിഞ്ഞു. യേശു അത് കേട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഒരു ഉത്തരം വരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന ബോധ്യം നമുക്കുണ്ടാകണം. കേട്ടോ? അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന തിരുഹിത പ്രകാരം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിശ്ചയമായി മറുപടിയുണ്ട്. ഞാൻ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കാരണം തിരുവഴുത്തിൽ പറയുന്നു, അവൻ്റെ അടിപ്പിടലാൽ സൗഖ്യം വന്നു. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവിക ശക്തി ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, രോഗക്കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ തരത്തിലുള്ള രോഗത്തിൻ്റെ കെട്ടുകളും ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജോലി വിഷയങ്ങളിൽ ദൈവിക അത്ഭുതം ഈ പ്രഭാതത്തിൽ നടക്കട്ടെ. ദൈവിക അത്ഭുതം ഈ പ്രഭാതത്തിൽ ജോലി വിഷയത്തിൽ നടക്കട്ടെ. സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ ദൈവിക കൃപ വ്യാപരിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ. ഇവരേത് ദേശത്തിൽ നിന്ന് കേൾക്കുന്നു, ആ ദേശത്തൊരു വലിയ ചലനം, ആത്മാവിൻ്റെ വലിയൊരു
ഒരു പ്രവൃത്തി നടക്കട്ടെ, ആ ദേശത്തൊരു ഉണർവുണ്ടാകട്ടെ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാമത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് സുവിശേഷ വേലയുടെ ഭാഗമാണ്. അതിന് കർത്താവ് പ്രതിഫലം തരും. ആമേൻ. കർത്താവ് ഒന്നില്ല എങ്കിൽ നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. കരങ്ങളെ ഉയർത്തി പറയാം, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.